ഹലോ, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും അമ്മയുടെ അറിവുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന എല്ലാ ഏജ് ഗ്രൂപ്പിലും, പ്രത്യേകിച്ച് എൻ്റെയൊക്കെ ഏജിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞവർക്ക്, വീട്ടിലിരിക്കുന്നവർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മൈൽഡ് എക്സസൈസാണ് ഫോർ ഹെൽത്തി ലിവിങ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, പറ്റുന്നവരെ ചെയ്യുക. ഓക്കെ, പരിചയപ്പെടുത്താൻ പോകുന്ന എൻ്റെ ഹാർട്ട് ബീറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാമോ? 58 ആണ്, 58. ഓക്കെ, അത് നമ്മൾ അതിൻ്റെ ഡബിൾ ആക്കിയാലാണ് നമ്മുടെ ഹാർട്ട് കുറച്ച് വർക്കൗട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഇത് ഏത് ഏജ് ഗ്രൂപ്പിലും ചെയ്യുന്ന എക്സസൈസ് ഞാൻ പറഞ്ഞല്ലോ. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ജസ്റ്റ് വാമപ്പ്, ഇങ്ങനെ മാർച്ച് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു 10 സെക്കൻഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഹിപ്പിനും നീക്കും പറ്റിയൊരു എക്സസൈസാണ് ഇനി ചെയ്യാൻ പോകുന്നത്. കാലി ഇങ്ങനെ വെക്കുന്നു, എന്നിട്ട് ഈ കൈ മുകളിലേക്ക് ഈ കാലി ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഈ രണ്ട് മുട്ടും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ സൈഡിലേക്ക് വേണം. അങ്ങനെ 20 ടൈംസ് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ ഒരു 5 ടൈംസ് ഒക്കെ ചെയ്യുന്നുള്ളൂ, കാരണം അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ആയി പോകുന്നു. പിന്നെ നമ്മൾ ടയേർഡ് ആവുകയാണെങ്കിൽ പിന്നെ മാർച്ച് ചെയ്യാം കേട്ടോ. ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. ഈ 20 മിനിറ്റ്സ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എക്സസൈസ് 20 മിനിറ്റ്സ് തന്നെ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമിൽ 10 മിനിറ്റ്സ് ആയാലും മതി, ഇവൻച്വലി അത് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ, കാലൽപ്പം അകത്തി പിടിക്കുക, കൈ മുകളിലേക്ക് ഓൺ ദ സീലിംഗ്, മുകളിലേക്ക് പൊക്കുക, പിന്നെ താഴേക്ക് കൊണ്ട്. അങ്ങനെ 20 ടൈംസ് ചെയ്യാം. അപ്പോൾ അത് 20 സെക്കൻഡ് ആവും. ആദ്യമൊന്നും എനിക്ക് ഇത്രയൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ 3 വീക്സോളായി ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അങ്ങനെ 20 ടൈംസ് ചെയ്യണം കേട്ടോ. അപ്പോൾ 20 ടൈംസ് ആകുമ്പോഴേക്കും വിളിച്ച് ടയേർഡോ വീണ്ടും മാർച്ച് ചെയ്യാം. ഓക്കെ, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള എക്സസൈസാണ്, ഞാനത് എത്തി വരുന്നുള്ളൂ. എന്നാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ലൈക്ക് കൈ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഈ മുട്ടയും പിടിക്ക് കൊണ്ടുവരിക, ഈ മുട്ടയും കൊണ്ടുവരിക. അത് നമ്മുടെ ബാക്കിനും ഹിപ്പിനും നീക്കൊക്കെ ഹെൽപ്പാവും. മാക്സിമം മുട്ടുകാരിൽ പൊക്കാൻ നോക്കുക. അതും 20 ടൈംസ് ചെയ്യണം, അതായത് 20 സെക്കൻഡ്സ് വരെ. അപ്പോൾ ഇടയ്ക്ക് നോൺ സ്റ്റോപ്പാണ്, മാർച്ച് ചെയ്യണം. ഓക്കെ, പിന്നെ വളരെ ഈസി ആയിട്ടുള്ള എക്സസൈസാണ്. അത് നമ്മുടെ ടമ്മിയൊക്കെ പയർ കുറയാൻ ഒത്തിരി നല്ലതാണ്. അതായത് കാല് മാക്സിമം മുകളിലേക്ക് പൊക്കാം. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ബാക്ക് സ്ട്രെയിറ്റ് ആക്കാൻ ശ്രമിക്കണം കേട്ടോ. അതും 20 ടൈംസ് ചെയ്യാം. ഓക്കെ, ഇൻ ബിറ്റ്വീനിൽ നോൺ സ്റ്റോപ്പിംഗ് ആണ്, മാർച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, അതായത് നമ്മൾ ഇങ്ങനത്തെ ചെയ്ത് ടയേർഡാകുമ്പോൾ ഒരല്പം റെസ്റ്റിന് വേണ്ടിയിട്ടാണ് മാർച്ച് ചെയ്യാൻ പറയുന്നത്, പക്ഷെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൈക്ക് പറ്റിയൊരു എക്സസൈസാണ്. കൈ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ആവും, ബാക്ക് ഇച്ചിരി ക്ലോസ് ആവും, ലൈക്ക് നമ്മുടെ ബാക്കിലെ സ്കാപ്പിലാണ്. ഓക്കെ, എന്നിട്ട് കൈ ഇങ്ങനെ തിരിക്കുക, ഇങ്ങനെ കറക്കുക. അത് ഷോൾഡറിനും എൽബോയ്ക്കും റിസ്റ്റിനും ഒക്കെ നല്ലതാണ്. നമ്മുടെ പാം നമ്മുടെ കൈപ്പത്തി താഴേക്ക് പോയിൻ്റ് ചെയ്യണം. അങ്ങനെ 20 ടൈംസ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മാർച്ച് ചെയ്യാം. പിന്നെ ആ എക്സസൈസ് തന്നെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഓപ്പോസിറ്റ് കറക്കാം. ഓക്കെ, അത് 20 ടൈംസ് ചെയ്യാം. ഓക്കെ, വീണ്ടും നമ്മൾ മാർച്ച് ചെയ്യാം. ഓക്കെ, പിന്നെ ആദ്യം ചെയ്ത എക്സസൈസ് എല്ലാം വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതൊന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു റെസ്റ്റ് ചെയ്ത് കാണിക്കാം. മുകളിലേക്ക് താഴേക്ക്. ഓക്കെ, പിന്നെ ഇത് ആക്ച്വലി എല്ലാം നല്ല കേട്ടോ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, എനിക്കത് പറ്റിയിട്ടില്ല ഇതുവരെ, കൈ ഈ മുട്ടുമ്പോൾ വെക്കാൻ വരെ താഴേക്ക് വയ്ക്കാം. കുറച്ച് കഴിയുമ്പോൾ പറ്റുമായിരിക്കും, പക്ഷെ എനിക്കത് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യേ. ഈ മുട്ടിലേക്ക് വെക്കാൻ വരെ താഴേക്ക് കുത്താൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ മാർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത്, ഇപ്പം എൻ്റെ ഹാർട്ട് ബീറ്റ്
എത്ര എത്തിയെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ആയിട്ടില്ല, 70 വരെ ആയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ സമയം 20 മിനിറ്റൊക്കെ ചെയ്താലും ഫലമുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കിടന്നിട്ടുള്ള എക്സസൈസാണ്. ഓക്കെ, നേരെ കിടക്കുക, കാലിങ്ങനെ മടക്കി വയ്ക്കും, മുട്ട്. അപ്പം നിലത്ത് മുട്ടുന്ന നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ നമ്മുടെ നടു മാക്സിമം പൊക്കുക. ഇങ്ങനെ പുപ്പിറ്റിയുടെ കയ്യിൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പൊങ്ങാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു 2 സെക്കൻഡ്സ് വയ്ക്കുക. പിന്നെ താഴേക്ക് വരിക. നമ്മൾ പൊങ്ങുന്ന സമയത്ത് ബ്രീത്ത് ഇൻ, താഴുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട്. അങ്ങനെ 20 ടൈംസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് പിന്നെ അല്പം റെസ്റ്റ് ചെയ്യാം. അടുത്ത എക്സസൈസ്, നമ്മുടെ കൈ ഇവിടെ വയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് മുട്ടാലിൽ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇത് ഷോൾഡറിനും നെക്കിനും നല്ലതാണ്. നിങ്ങൾക്ക് എത്ര സമയം ഇങ്ങനെ വെക്കാൻ പറ്റുമോ അങ്ങനെ വയ്ക്കുക. അതും 20 ടൈംസ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് കഴുത്തൊക്കെ വേദന ഉണ്ടെങ്കിൽ വളരെ 1 or 2 ടൈംസ് ചെയ്തിട്ട് പതുക്കെ അതിൻ്റെ നമ്പർ കൂട്ടിക്കൊണ്ട് വരിക. പിന്നെ ഇത് വയറിന് നല്ലൊരു എക്സസൈസാണിത്. മുട്ട് ഇങ്ങനെ മടക്കിയിട്ട് ചെസ്റ്റിന് മുട്ടിക്കാൻ പറ്റുമോ നോക്കുക. അത് നല്ലൊരു എക്സസൈസാണ്. ഓക്കെ, നമ്മുടെ സമയം നമ്മൾ 20 മിനിറ്റ്സാണല്ലോ ടാർജറ്റ്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഇച്ചിരി ടയർഡായിട്ട് തോന്നും. പക്ഷേ no worries, carry on, you can do it. I am doing it, so you can do it. Okay, പിന്നെ നമ്മൾ ആദ്യം ചെയ്ത എക്സസൈസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. പിന്നെ ഒരു എക്സസൈസ് ഞാൻ പറയാൻ മറന്നു. നമ്മുടെ കൈ ബാക്കിലേക്ക്, കാല് ബാക്കിലേക്ക് ഇങ്ങനെ ചെയ്യണം കേട്ടോ. അതും നല്ലതാണ്. അപ്പോൾ എല്ലാ എക്സസൈസും മനസ്സിലായല്ലോ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വീട്ടിൽ ഇൻഡോറിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എനിക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഒരു 3 വീക്സ് കൊണ്ട് ഞാൻ 1 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഫുഡ് നമ്മൾ എന്തായാലും കഴിക്കുന്നതിന് ഫുഡിൽ കൺട്രോളൊന്നും വേണ്ട. പക്ഷേ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഫുൾ വയറൊന്നും ആയിരിക്കരുത്. ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് എംപ്റ്റി സ്റ്റൊമക്കിൽ രാവിലെ ചെയ്യുക. അല്ലെങ്കിൽ രാത്രി നമ്മൾ കിടക്കണതിന് 2 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിഞ്ഞിട്ട് എടുത്തിരിക്കൂലേ. TV കണ്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇതിനു വേണ്ടി പ്രത്യേകിച്ച് സമയമൊന്നും കളയണ്ട. ഞാൻ TV ഒക്കെ ഓണാക്കിയിട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും വരുന്ന ദിവസം അമ്മയുടെ അറിവുകളിൽ പുതിയ അറിവുകളായിട്ട് വരാം. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. അതാണ് എൻ്റെ ലക്ഷ്യം.